രാജ്യത്തിന്റെ വികസനത്തിനായി പ്രതിപക്ഷം കേന്ദ്ര സർക്കാരുമായി ഒന്നിച്ച് പ്രവർത്തിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാഷ്ട്രീയ പാർട്ടികൾക്ക് വേണ്ടി ജോലി ചെയ്യാനല്ല, രാജ്യത്തെ സേവിക്കാനാണ് എംപിമാരെ തെരഞ്ഞെടുത്തത്. പ്രധാനമന്ത്രിയുടെ ശബ്ദം ഇല്ലാതാക്കാൻ ആർക്കുമാവില്ല എന്നും നരേന്ദ്രമോദി പറഞ്ഞു. ജനങ്ങളുടെ വിധിയെഴുത്ത് മനസ്സിലാക്കാതെയാണ് കേന്ദ്രം ഇപ്പോഴും പ്രവർത്തിക്കുന്നത് എന്ന് കെ.സി. വേണുഗോപാൽ എം.പി. കുറ്റപ്പെടുത്തി. 16 ദിവസം നീണ്ടു നിൽക്കുന്ന പാർലമെന്റ് ബജറ്റ് സമ്മേളനത്തിന് തുടക്കമായി. അമൃതകാലത്ത് സുപ്രധാന ബജറ്റാണ് വരാൻ പോകുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ജനങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്ന ബജറ്റ് ആയിരിക്കും. ചില പാർട്ടികൾ നെഗറ്റീവ് പൊളിറ്റിക്സിലാണ് ഏർപ്പെടുന്നത്. പാർട്ടികൾക്ക് വേണ്ടി ജോലി ചെയ്യാനല്ല, രാജ്യത്തെ സേവിക്കാനാണ് എംപിമാരെ തിരഞ്ഞെടുത്ത് അയച്ചതെന്നും പ്രതിപക്ഷത്തെ ഉന്നം വെച്ച മോദി പറഞ്ഞു. 2047 के सपने को पूरा करने के लिए हम पूरी ताकत लगाए. ये सदन दल के लिए नहीं, ये सदन देश के लिए है. ये सदन संसदों तक की सीमा तक नहीं है, 140 करोड़ देशवासियों की एक विराट सीमा करके ये लिए है. സർക്കാരിന്റെ പോക്ക് ശരിയായ ദിശയിൽ അല്ലെന്നും തിരിച്ചടികൾ ഉണ്ടായിട്ടും പഴയ പാതയിൽ സർക്കാർ പോകുന്നു എന്നും കെ.സി. വേണുഗോപാൽ വിമർശിച്ചു. സർക്കാരിന്റെ പോക്ക് ശരിയായ ദിശയിലല്ല. ജനങ്ങളെ ഏതിനൊക്കെ എതിരായിട്ടാണോ വിധി എഴുതിയത് അതിൽ തന്നെ ഉറച്ചു നിന്നുകൊണ്ട് ധിക്കാരപരമായ സമീപനമാണ് കേന്ദ്ര സർക്കാർ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ജനങ്ങളെ വിഭജിക്കാൻ വേണ്ടിയിട്ടുള്ള യാത്രകൾ, പോളറൈസേഷൻ മാത്രമാണ് ലക്ഷ്യം വെച്ചുകൊണ്ട് നടത്തുന്നത്. ഇത് RSSന്റെ ഉദ്യോഗസ്ഥന്മാർക്കുള്ള വിലക്ക് നീക്കുന്നതും അതുതന്നെയാണ്. റിപ്പോർട്ടർ, ദില്ലി.